ആദ്യമേ നമുക്ക് മാസ്റ്റർ ക്രിയേഷൻ എന്ന സെറ്റിലേക്ക് വരാം. ഏതൊരു ആപ്ലിക്കേഷൻ്റെയും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാസ്റ്റർ ക്രിയേഷൻ. നമുക്കിവിടെ ഒരുപാട് മാസ്റ്റർ ക്രിയേഷൻ നമുക്ക് ഈ ഫീസ് മോഡ്യൂളിലുണ്ട്. ഒന്ന് കാറ്റഗറി, ഫീസ്, സ്റ്റുഡൻറ്റ് മാസ്റ്റർ, പേയ്മെൻറ്റ്, സ്റ്റാഫ് തുടങ്ങിയ സെക്ഷനായിട്ട് മാസ്റ്റർ പോകുന്നുണ്ട്. ആദ്യം നമുക്ക് കാറ്റഗറി നോക്കാം. കാറ്റഗറി നമ്മൾ അത് യൂസ് ചെയ്യുന്ന ഈ ഡേ ബുക്കും ക്യാഷ് ബുക്കിൻ്റെ അകത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. പുതുതായിട്ടൊരു കാറ്റഗറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ കാറ്റഗറി എന്ന് പറഞ്ഞ് കൊടുക്കാം. അത് വെറുതെ കൊടുക്കുകയാണ്. എത്ര ഹെഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ ആയിട്ട് ഏറ്റവും താഴെ നമുക്ക് സോർട്ട് ചെയ്തിട്ട് അത് വരും. ഒരു ന്യൂ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹെഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറി നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിവിടെ വരുമ്പോൾ കാറ്റഗറി ക്ലിയർ ചെയ്തിട്ട് ഓൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഓൾഡ് കൊടുത്തിട്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ആവും. കണ്ടില്ലേ, അത് എഡിറ്റ് ആവും. അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. ഓക്കെ, ഈ കാറ്റഗറി അധികം എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്മൾ ഈ ഡേ ബുക്കിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഈ കാറ്റഗറി ഇവിടെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മൾട്ടിപ്പിൾ ആയിരക്കണക്കിന് കാറ്റഗറി ഇവിടെ കോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്യാഷ് ബുക്ക്, ഡേ ബുക്ക്, നമ്മുടെ ഡെയിലി വരുന്ന വരവ് ചിലവ് സ്ഥാപനത്തിൻ്റെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അതാണ് ആദ്യത്തെ സെക്ഷൻ. രണ്ടാമത്തത് വന്നിട്ട് ഫീസാണ്. ഫീസ് നമ്മളോട് ഒരുപാട് തരത്തിലുള്ള ഫീസ് കൊടുത്തിട്ടുണ്ട് ഡമ്മി ആയിട്ട്. നമുക്ക് പുതുതായിട്ടൊരു ഫീസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കോഴ്സ് കൊടുക്കുകയാണ്. അത് കോഴ്സ് ഫീസ് വന്നിട്ട് 8,000. ആഡ് കൊടുത്തു ഡാറ്റ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു 8,000 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാറ്റഗറി ആഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ 8,000 അവിടെ വന്നിട്ട് നമുക്ക് കോഴ്സ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മോഡലിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കാം. എഡിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന മോഡലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ 8,000 എന്നുള്ളത് 10,000 ആക്കണമെന്നുണ്ടെങ്കിൽ 8ൻ്റെ അവിടെ പോയിട്ട് 10 എന്ന് കൊടുത്തിട്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ ആയിട്ട് അത് എഡിറ്റ് ആവും. ഓക്കെ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു വോണ്ട് ടു ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്രകാരമാകും. ഇങ്ങനെയാണ് നമുക്ക് ഫീസിൻ്റെ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. എത്രായിരം ഹെഡ് വേണമെങ്കിൽ, എത്രായിരം കോഴ്സുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഹെഡായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫീസിൻ്റെ റേറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് അത് ക്രിയേറ്റ് ചെയ്യാൻ. അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റാണ്. പേയ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ക്യാഷ്, ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ പേയ്മെൻറ്റ് സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹെഡ് കൊടുക്കുകയാണ്. ആഡ് കണ്ടില്ലേ, അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹെഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കതവിടെ ആഡായിട്ട് വന്നിട്ടുണ്ട്. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ആവും. വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. എത്രയേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് സ്റ്റാഫ്. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലെ പലതരത്തിലുള്ള സ്റ്റാഫ്, നമുക്ക് സ്റ്റാഫ് അറ്റൻഡൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്റ്റാഫിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പുതിയൊരു സ്റ്റാഫിൻ്റെ പേര് വന്നിട്ട് ഒരു സ്റ്റാഫിൻ്റെ പേര് കൊടുത്തിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ ആയിട്ട് കണ്ടില്ലേ, അതങ്ങോട്ട് ആഡായി. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡാറ്റ ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്താണ് നമുക്ക് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് മാസ്റ്റർ. നമ്മുടെ ഈ ഫീസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്റ്റുഡൻറ്റ് മാസ്റ്റർ. നമ്മൾ മെയിൻ സ്ക്രീനിൻ്റെ അകത്ത് സ്റ്റുഡൻറ്റ് മാസ്റ്റർ എന്ന് വന്നിരിക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്ക്രീൻ കാണാൻ പറ്റും. സ്റ്റുഡൻറ്റ് പേര്, അഡ്മിഷൻ കോഡ്, മൊബൈൽ നമ്പർ, കോഴ്സ്, അഡ്രസ്സ്, ഫീസ് എമൗണ്ട്, ജോയിൻ ചെയ്തിരിക്കുന്ന ഡേറ്റ്. ഈ ക്രമത്തിലാണ് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്ക് റിസിപ്റ്റ് അടിക്കാൻ വേണ്ടി മാത്രമുള്ള ഡേറ്റ മാത്രമേ അടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മുടെ കോഴ്സിൻ്റെ അവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മാസ്റ്ററിൻ്റെ അകത്തുനിന്ന്, നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്ന മാസ്റ്ററിൻ്റെ അകത്തുനിന്ന് ഇവിടെ ഡയറക്റ്റായിട്ട് ഫീസ് മാസ്റ്ററിൻ്റെ അകത്തുനിന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടുന്നതാണ്. നമ്മൾ പ്രത്യേകമായിട്ട് കോഴ്സ് അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പുതിയൊരു സ്റ്റുഡൻറ്റിനെ അടിക്കുകയാണ്. നവീൻ മേനോൻ. ഡാറ്റ അടിച്ച് സ്റ്റുഡൻറ്റ് കോഡ് അടിച്ചു, പിന്നെ മൊബൈൽ നമ്പർ, ദെൻ കോഴ്സ് സെലക്ട് ചെയ്ത് ഡൗൺ ആരൊക്കെ ഞെക്കിയാൽ മതി. അഡ്രസ്സ് കൊടുത്തു, അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ കാണാൻ നവീൻ മേനോൻ എന്ന് വന്നിരിക്കുന്ന ഒരു എൻട്രി ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഈ പറഞ്ഞിരിക്കുന്ന നവീൻ മേനോനെ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അഡ്മിഷൻ കോഡ് മാറ്റി നമുക്കൊരു വേണമെങ്കിൽ ഒരു ഇത് മാറ്റി കൊടുത്തിട്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റയായിട്ട് നമുക്ക് അത് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ അത് മാറിയിട്ടുണ്ടാവും. പിന്നെ അതല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ആ പേര് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, മൊബൈൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇതെല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ആവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡു യു വോണ്ട് ടു ഡിലീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. ഇങ്ങനെയാണ് സ്റ്റുഡൻറ്റ് മാസ്റ്ററിൻ്റെ ക്രിയേഷൻ. അടുത്താണ് നമ്മുടെ റിസീപ്റ്റ്സ് എങ്ങനെ എടുക്കുക എന്നുള്ളത്. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ റിസീപ്റ്റ്സിൻ്റെ സ്ക്രീൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മെയിൻ സ്ക്രീൻ ഇവിടെ കാണാം. നമ്മുടെ അടുത്ത ഭാഗത്ത് മൊബൈൽ നമ്പർ സെർച്ച് ചെയ്യുക, അഡ്മിഷൻ കോഡ് സെർച്ച് ചെയ്യുക. പിന്നെ ഇതുവരെ നമ്മുടെ കീഴിലുള്ള എല്ലാ അഡ്മിഷൻ കോഡുകളും ഇവിടെ ലിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് സ്റ്റുഡൻറ്റ് നെയിം, ബിൽ നമ്പർ, അഡ്മിഷൻ കോഡ്, കോഴ്സ് നെയിം, താഴെ അവരുടെ ടോട്ടൽ ഫീസ്, അതുപോലെ ഇവിടെ അവരുടെ എമൗണ്ട്, പേയ്മെൻറ്റ്,
തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ കഴിയും. ആദ്യം നമ്മൾ ക്ലിയർ ചെയ്ത് ഒരു അഡ്മിഷൻ കോഡ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മാത്യു എന്ന് പറഞ്ഞിരിക്കുന്ന അഡ്മിഷൻ കോഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ബൈ ഡീഫോൾട്ട് നമ്മുടെ ബിൽ നമ്പർ ഇപ്പോൾ 5ാമത്തേലാണ് ഇരിക്കുന്നത്. ഒരു ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. അഡ്മിഷൻ കോഡിൻ്റെ അവിടെ അഡ്മിഷൻ കോഡ് വരും, കോഴ്സ് നെയിം അവിടെ കോഴ്സ് നെയിം വരും, പേരിൻ്റെ അവിടെ പേര് വരും, മൊബൈൽ നമ്പർ അവിടെ മൊബൈൽ നമ്പർ വരും. നമുക്ക് ഇപ്പോൾ 2000 രൂപ എന്നുള്ളതിനകത്തുനിന്ന് നമുക്ക് ഒരു 500 രൂപ ആ ഒരു ഫീസ് തരികയെന്ന് വിചാരിക്കുക. ടാബ് അടിച്ചു, ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു, പേയ്മെൻറ്റ് ക്യാഷ് കൊടുത്തു, സേഫ്. അപ്പോൾ 4/10/2024 500 രൂപ ബിൽ നമ്പർ 5 ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ആളുടെ അഡ്മിഷൻ കോഡ് എടുക്കുകയാണ്. ക്ലിയർ ചെയ്തു. ഓരോ പ്രാവശ്യം ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത സെക്ഷൻ എടുക്കാൻ. എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇവിടെ 24,000 ആണ്, ഞാനിവിടെ 3,400 കൊടുക്കുന്നുണ്ട്. അവിടെയും പേയ്മെൻറ്റ് ക്യാഷ് കൊടുത്ത് സേവ്. കണ്ട, അപ്പോൾ ഡാറ്റയായിട്ട് 3,400 അവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ടേക്ക് ഫോർ എക്സാമ്പിൾ, നമ്മൾക്കിപ്പോൾ ഈ 500 നേരത്തെ അടിച്ചിരിക്കുന്നത് അവിടെ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലൂ ലൈൻ ഇവിടെ നമ്മൾ മൗസ് കൊണ്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ആ 500 റുപ്പീസ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അത് മാറ്റിയിട്ട് നമുക്കൊരു 800 ആക്കണം. 800 ആക്കിയിട്ട് എഡിറ്റ് എന്ന് കൊടുത്താലോ, അത് 800 ആയി. അതേസമയം തന്നെ ഇവിടെ നമ്മൾ എൻട്രി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡേ ബുക്കിൻ്റെ ഒരു എൻട്രി വരികയും ചെയ്യും. ആ ഡേ ബുക്കിനകത്ത് കറണ്ടായിട്ട് ഇന്നത്തെ ഡേറ്റിൽ ബിൽ നമ്പർ വെച്ചിട്ട് ആ വ്യക്തിയുടെ പേര് സഹിതം ഇൻകം ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ആവും, അവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് ആവും. അങ്ങനെയാണ് അതിൻ്റെ സെക്ഷൻ. അപ്പോൾ അതാണ് നമ്മൾ റിസീപ്റ്റ്സ് ഇത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ 800 കൊടുത്ത് നമുക്ക് 2000 രൂപയുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് 800 കഴിച്ചിട്ട് ബാക്കി 1100 രൂപ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡാറ്റയായിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. കറക്റ്റായിട്ട് ഉള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ബാക്കി എമൗണ്ട് എത്ര തന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം തന്നെ ടോട്ടൽ ഫീസ് എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ കീഴിലുള്ള എല്ലാ ആളുകളും ടോട്ടൽ എമൗണ്ട് എത്രയാണ്, എത്ര എമൗണ്ട് അടച്ചു, ബാക്കി എത്ര അടയ്ക്കാനുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. ഇനി നമുക്കൊരു ബില്ല് എങ്ങനെ അടിക്കുക എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഇതെടുത്തു, ഇതിപ്പോൾ 25,000 ആണ് എമൗണ്ട്. ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ട്. ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറുന്നുണ്ട്. ഇനി ബിൽ നമ്പർ 25,000 അവിടെ നമ്മളൊരു 5,000 ആണ് ഇപ്പോൾ തരുന്നത്. ഒരു റെസിപ്റ്റ് എടുക്കണം. സേവ് ചെയ്തു, ഉടനെ ഇത് വന്നു പ്രിൻറ്റ് റെസിപ്റ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പ്രിൻറ്റ് റെസിപ്റ്റ് കിട്ടും. നമുക്ക് റെസിപ്റ്റ് എങ്ങനെ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം, അതൊന്നും വിഷയമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റെസിപ്റ്റ് അടിക്കുന്നത്. അത് വളരെ ഈസിയാണ്, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. അതല്ലാതെ നമുക്ക് മാറിയിട്ട് നമുക്ക് അഡ്മിഷൻ കോഡ് ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടും നമുക്ക് ഇതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, ബിൽ നമ്പർ മാറ്റേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് അഡ്മിഷൻ കോഡ് സെലക്ട് ചെയ്യുക, ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൂടെ വരും. എമൗണ്ട് അടിക്കുക, പേയ്മെൻറ്റ് അടിക്കുക, എന്നിട്ട് നോക്കുക. ഏതെങ്കിലും ഒന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു വോണ്ട് ടു ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്റ്റ് ബിൽ സെക്ഷനാണിത്. അടുത്തായിട്ട് നമ്മുടെ സ്റ്റാഫ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന മോഡ്യൂളാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മോഡ്യൂളാണ് സ്റ്റാഫ് അറ്റൻഡൻസ്. നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റാഫുകളുടെ പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഏതൊക്കെ സ്റ്റാഫാണ് പ്രസൻറ്റ്, ഏതൊക്കെ സ്റ്റാഫാണ് ആബ്സെൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാൻ കഴിയും. ഇന്നത്തെ ഡേറ്റിൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ഇത് സ്റ്റാഫിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ഇതുവരെയുള്ള എല്ലാ സ്റ്റാഫും നമ്മൾ ടോട്ടൽ പ്രസൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്റ്റാഫിനെ നമുക്ക് ആബ്സെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെസിൽ മഹാനാമ എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ നമുക്ക് ആബ്സെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആബ്സെൻ്റ് കൊടുത്തിട്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ ആ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ടുഡേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റാഫിനെയും നമ്മൾ ആദ്യമേ പ്രസൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ആരാണോ ആബ്സെൻ്റ് അവരെ മാത്രം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്തിട്ട് ആബ്സെൻ്റ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു മാസം ഒരു സ്റ്റാഫ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം ആബ്സെൻ്റ് ആയിട്ടുണ്ട്, ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റാഫിൻ്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ അവരുടെ സ്റ്റാറ്റസ്, പ്രസൻ്റ് ആയിട്ടുള്ളവർ എത്രയുണ്ട്, ആബ്സെൻ്റ് ആയിട്ടുള്ളവർ എത്രയുണ്ട് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഗ്രൂപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റിയാണ്. ഒരുപാട് കോംപ്ലിക്കേഷനൊന്നുമില്ല. ഡാറ്റയായിട്ട് ഒരു സ്റ്റാഫിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ സ്റ്റാഫും നമുക്ക് 25 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫിനെ എല്ലാം ഓൾ പ്രസൻ്റ് ആയിട്ട് ഒറ്റയടിക്ക് മാർക്ക് ചെയ്യുക. ഇനി ഇൻഡിവിജ്വലായിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആബ്സെൻ്റ് മാത്രമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി യൂട്ടിലിറ്റിയാണത്. അടുത്തായിട്ട് നമ്മുടെ സ്കൂളിൽ സാധാരണ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകളുണ്ടാവും. നമുക്കതെങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് ബിൽ നമ്പർ കൊടുത്തിട്ട് ഒരു നെയിം കൊടുത്തു, നെയിം ഓഫ് പ്രോഗ്രാമിൻ്റെ നെയിം എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഡേറ്റ് കൊടുത്തു, ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് 25 ഒക്ടോബറാണ് കൊടുത്തിരിക്കുന്നത്. മൊബൈൽ നമ്പർ കൊടുത്തു, നമുക്ക് അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം. ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും
എടുക്കുന്ന പ്രോഗ്രാം, കാറ്റഗറി ഓഫ് പ്രോഗ്രാം, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. നമുക്ക് സ്റ്റാറ്റസ് അൺഅറ്റൻഡഡ് ആണ്. ഓക്കെ, അൺഅറ്റൻഡഡ് ആയിട്ട് കൊടുത്തിട്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രോഗ്രാം ചാർട്ടിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിങ്ങനെ കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ചാർട്ടിനകത്ത് നമുക്ക് ഏത് രീതിയിലും ഒക്കെ പ്രോഗ്രാം ചാർട്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ ഈ പ്രോഗ്രാം ചാർട്ടിനെ നമുക്ക് എൻക്വയറി ഡീറ്റെയിൽസ് ആയിട്ടും ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിനെക്കുറിച്ച് എൻക്വയറി ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതായിട്ടും ഉപയോഗിക്കാം. പ്രോഗ്രാം ചാർട്ടായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാറ്റസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇതുവരെ എത്ര പ്രോഗ്രാമുണ്ട്, ഏതൊക്കെ പ്രോഗ്രാമാണ് അറ്റൻഡ് ചെയ്തത്, ഏതൊക്കെ പ്രോഗ്രാമാണ് അറ്റൻഡ് ചെയ്തത് നമുക്ക് നോക്കാൻ പറ്റും. ഏതെങ്കിലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള പ്രോഗ്രാം റിമൈൻഡറിൻ്റെ അകത്തുനിന്ന് പോയിട്ടുണ്ടാവും. നമുക്ക് സ്റ്റാറ്റസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതുണ്ടാവില്ല. അതേസമയം തന്നെ ഷെഡ്യൂൾ പ്രോഗ്രാമിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറ്റൻഡഡ് ആയിട്ട് കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനൊക്കെ ഒരുപാട് പ്രോഗ്രാംസ്, കലോത്സവം പ്രോഗ്രാം, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മീറ്റിങ്ങുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒരു പ്രോഗ്രാം ഡേറ്റ് റിമൈൻഡർ നമുക്ക് ഡേറ്റ് വൈസ് ആയിട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ ആ ഡേറ്റ് വൈസ് ആയിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എന്നാൽ മെയിൻ സ്ക്രീനിൻ്റെ അകത്താണ് നമുക്ക് പ്രോഗ്രാം, നമുക്ക് റിമൈൻഡർ വരുന്നത്. ഡയറക്റ്റായിട്ട് നമുക്ക് പ്രോഗ്രാം റിമൈൻഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് മന്ത്ലി ഫീസ് സ്റ്റാറ്റസ്. ഓരോ മാസവും ഒരു സ്റ്റുഡൻറ്റ് ഓരോ കോഴ്സിന് എത്ര ഫീസ് അടച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്കത് ഡേറ്റ് വൈസ് ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഓരോ ഡേറ്റിന് ഓരോ സ്റ്റുഡൻറ്റ് എത്രമാത്രം അടച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇതുവരെയുള്ള നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാ സ്റ്റുഡൻസും എത്ര അടച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് ബിൽ നമ്പർ വെച്ച് കോഡ്, പേര്, എമൗണ്ട്, ഡേറ്റ്, അതുപോലെ തന്നെ കോഴ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്നതാണ്. ഇന്നത്തെ ട്രാൻസാക്ഷൻ വേണമെങ്കിൽ അത് മാത്രം, ഇതുവരെയുള്ളത് വേണമെങ്കിൽ അത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ട്രാൻസാക്ഷൻ നമുക്കങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഡേറ്റ് വൈസ് ആയിട്ട്, ഇൻഡിവിജ്വൽ ഡേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ഡേറ്റിനും ആരൊക്കെ ഫീസ് അടച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഫീസ് അടച്ചിട്ടുള്ളവരെ കിട്ടിക്കഴിഞ്ഞാൽ, ഓരോ കോഴ്സിൻ്റെ അകത്ത് ഓരോ ഫീസ് അടച്ചിട്ടുള്ളവരെ, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ അകത്ത് ഒരു ഫീസ് സ്റ്റുഡൻസ് അടച്ചിട്ടുള്ളവരെ കിട്ടിക്കഴിഞ്ഞാൽ അടയ്ക്കാത്തവരാരാണെന്ന് ആ സ്ഥാപനത്തിനകത്തുനിന്ന് കാണാനായിട്ട് പറ്റും. നമുക്ക് മറ്റൊരു ഡ്യൂ ലിസ്റ്റ് ഒന്നും പ്രത്യേകം ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു സ്ഥാപനത്തിൽ 30 പേരുണ്ട്, അതിൽ 10 പേര് അടച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് ക്ലാസ് വൈസ് ആയിട്ട് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ്സിൻ്റെ അകത്ത് ഇന്നത്തെ ഡേറ്റിൽ എത്ര പേര് ഫീസ് അടച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അടയ്ക്കാത്തവരാരാന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അടച്ചവരെ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് മറ്റുള്ളവരെ നമ്മൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീസ് അടയ്ക്കാത്തവരാരാന്നുള്ളത് വേഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റിയാണ് ഇത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡെയിലി ട്രാൻസാക്ഷനാണ്. നമുക്ക് ഡെയിലി ഒരുപാട് ട്രാൻസാക്ഷൻ വരുന്നത് നമുക്ക് ഒറ്റയടിക്ക് ഒരു ലിസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളതാണ് സെയിൽസ് വ്യൂവർ എന്നുള്ള ഇത്. നമുക്കതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബില്ല്, ഡേറ്റ്, സ്റ്റുഡൻറ്റിൻ്റെ പേര്, മൊബൈൽ നമ്പർ, എമൗണ്ട്, പേയ്മെൻറ്റ്, കോഴ്സ്. അപ്പോൾ ആ കോഴ്സിന് ഇന്ന് എത്ര ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്, ഇതുവരെ എത്ര ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. നമുക്ക് ഇന്നത്തെ ഇതുവരെയുള്ള ടോട്ടൽ ട്രാൻസാക്ഷൻ അറിയാം. നമുക്ക് ഓരോ സ്റ്റുഡൻറ്റ് വൈസ് ഇൻഡിവിജ്വലായിട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി അതല്ല മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ ക്യാഷ്, ഗൂഗിൾ പേ അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. കോഴ്സ് വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ ഏത് കോഴ്സിനാണെന്ന് സ്റ്റുഡൻറ്റ് പേയ്മെൻറ്റ് തന്നിട്ടുള്ളതെന്നുള്ളത് അറിയാൻ പറ്റും. അതുകൂടാതെ തന്നെ അഡ്മിഷൻ കോഡ് വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും. എല്ലാം കാണണമെങ്കിൽ ഷോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഓരോ ഡേറ്റ് വൈസ് ആയിട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നതായിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമുക്ക് ലിസ്റ്റായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ബിൽ നമ്പർ വെച്ച് ഡേറ്റ്, സ്റ്റുഡൻറ്റ്, മൊബൈൽ നമ്പർ, എമൗണ്ട്, പേയ്മെൻറ്റ്, കോഴ്സ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അവരെ സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമ്മുടെ ഡേ ബുക്ക്, ക്യാഷ് ബുക്ക് എന്നുള്ള യൂട്ടിലിറ്റിയാണ്. അത് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെ അകത്തും നമ്മളത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ സ്റ്റുഡൻസ് അയച്ചിരിക്കുന്ന ഫീസ്, അവരുടെ നറേഷൻ, ബിൽ നമ്പർ, ഇൻകം, ഏത് ഡേറ്റിന് അടച്ചു, ടൈപ്പ് ഓഫ് പേയ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ, അവരുടെ പേര് നമുക്ക് ഇവിടെ കാറ്റഗറി വെച്ച്, സ്റ്റുഡൻറ്റിൻ്റെ പേര് വെച്ച്, പേയ്മെൻറ്റ് വെച്ച്, അഡ്മിഷൻ കോഡ് വെച്ച്, കോഴ്സ് വെച്ച് ഒക്കെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ചിലവുകളും വരവുകളും വേറെ, അതല്ലാതെ വരുന്ന ചിലവുകളും ഇതൊക്കെ നമുക്കിവിടെ അടിച്ചു കൊടുക്കാൻ പറ്റും. ഒരു പേയ്മെൻറ്റ് ടൈപ്പ് മെൻഷൻ ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ചിലവുകൾ വരും. അതല്ലാതെ തന്നെ നമ്മൾ ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിലവുകൾ, ഇനി വരവും ചിലവും നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ആ രീതിയിൽ തന്നെ നമ്മുടെ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. എക്സ്പെൻസിൻ്റെ കോളത്തിലും ഇൻകമിൻ്റെ കോളത്തിലും മെൻഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉള്ളത്. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം.
അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻകം മാത്രമായിട്ട് സോർട്ട് ചെയ്യാം, എക്സ്പെൻസ് മാത്രമായിട്ട് സോർട്ട് ചെയ്യാം, ഇന്നത്തെ ട്രാൻസാക്ഷൻ മാത്രമായിട്ട് കിട്ടും. ഇവിടെ ലെഫ്റ്റിൽ ഏറ്റവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ്, ഗൂഗിൾ പേ, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ചെക്ക് തുടങ്ങിയ പേയ്മെൻറ്റൊക്കെ ഓരോരുത്തർ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഇത് ടോട്ടൽ ഇൻകമിൻ്റെ അകത്തുനിന്ന് എക്സ്പെൻസ് കഴിച്ചിട്ട് ബാക്കി ബാലൻസ് എത്രയുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു ഓപ്ഷൻ ഡേ ബുക്ക്, ക്യാഷ് ബുക്കിനകത്ത് ഉണ്ട്. അത് ഉപഭോക്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്.